ഹലോ നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ മലവേപ്പ് ചന്ദനം രണ്ടും മിക്സായിട്ട് ചെയ്ത ഒരു തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമാവുന്ന മലവേപ്പ് തോട്ടമാണ്. അപ്പോൾ നമ്മൾ മലവേപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇടയിലായിട്ട് ചന്ദനവും കൂടി കൃഷി ചെയ്തിട്ടുണ്ടായി മിക്സായിട്ട്. അതായത് ചന്ദനത്തിന് ഒരു ഹോസ്റ്റ് പ്ലാന്റ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മലവേപ്പ് നല്ലൊരു ഹോസ്റ്റ് ആയതുകൊണ്ടും നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതൊരു റിസൾട്ട് കാണുന്നുണ്ട് ഇവിടെ. മലവേപ്പിൻ്റെ വളർച്ച എന്തായാലും ചന്ദനത്തിന് ഉണ്ടാവില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചന്ദനം വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഒരു മരമാണ്. വളരെ സ്ലോ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തീരെ സ്ലോ അല്ല, കുഴപ്പമില്ലാതെ വളർച്ചയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മലവേപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം മലവേപ്പ് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന മരമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മലവേപ്പ് കയറി വന്നിട്ടുണ്ട്. ചന്ദനം ചില ചന്ദന മരങ്ങൾ കുറച്ച് വീക്കായിട്ട് കിടക്കുന്നുണ്ട്, മറ്റു ചിലത് നല്ല അത്യാവശ്യം നല്ല വളർച്ച തന്നെയുണ്ട്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് ചന്ദന കൃഷിയിൽ. നമ്മളിതിനെക്കുറിച്ച് പഠിച്ചു വരികയാണ്. ചന്ദനം പരമാവധി ബെറ്ററായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിനി അങ്ങോട്ടേക്ക് പുതിയ പ്ലാന്റേഷനുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ ചന്ദനമാണ്, ഇത് പ്രൂൺ ചെയ്തിട്ടില്ല. പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ചന്ദനം നമ്മൾ കറക്റ്റായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരമാവധി ഉയരത്തിൽ പോവുകയും നമുക്ക് മാക്സിമം തടി കിട്ടുകയും ചെയ്യും. അത് ഏത് മരമായാലും അങ്ങനെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, നമ്മൾ തൈ വെക്കുന്ന സമയത്ത് ഒരു കവറിൽ 2 തൈ ഉണ്ടായി. അപ്പോൾ അതിനകത്ത് ഒന്ന് പിഴുതെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് മറ്റു തൈക്കും കൂടി കേടുവരുന്നു തോന്നിയതുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൃഷി ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ കരുതിയത് രണ്ടും വളരുമ്പോൾ ഏതാണോ വീക്കായി കിടക്കുന്നത് അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒന്ന് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു രണ്ടും വെച്ചത്. പക്ഷേ ഇത് രണ്ടിൻ്റെയും വളർച്ച കണ്ടപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി. ഏതാണ് പിഴുതെടുക്കുക, ഏതാണ് നിലനിർത്തുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്കാണ് പോയത്. പൊതുവെ പഴമക്കാർ പറയാറുണ്ട്, നമ്മൾ 2 മരങ്ങൾ ഒരു കുഴിയിൽ നട്ട് കഴിഞ്ഞാൽ അത് മത്സരിച്ച് വളരുമെന്നുള്ളത്. അത് നമുക്കിത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന ഒരു രീതിയാണ് കണ്ടത്. എന്തായാലും അത് രണ്ടും വെട്ടുന്നില്ല, അതങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിലേക്കാണ് എത്തിയത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും മലവേപ്പിൻ്റെയും ചന്ദനത്തിൻ്റെയും നല്ല തൈകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. തൈകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മലവേപ്പ് ചന്ദനം കൃഷിയുമായുള്ള പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നമ്മുടെ ചാനലിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.